രണ്ട് ദിവസമായി നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന റാഗിംഗ് എന്ന അരാജക പ്രവണത. ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള ഏറ്റവും ക്രൂരമായ മനുഷ്യ മനസാക്ഷിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ മുൻപിലേക്ക് വന്നു. ഇന്നലെയും ഇന്നുമായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, കണ്ണൂർ ഒരു സ്കൂളിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വന്നു. ഒരു +1 വിദ്യാർത്ഥിയുടെ കൈ അടിച്ചൊടിക്കുന്ന നിലയിലേക്കുള്ള സംഭവങ്ങൾ. ഈ ഏതാനും നാളുകൾക്ക് മുൻപാണ് തൃപ്പൂണിത്തുറയിൽ ചോയ്സ് സ്കൂളിൽ മെഹർ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത്. സമാനമായ നിലയിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്ന ഏറ്റവും തെറ്റായ പ്രവണത, അത് വീണ്ടും കോവിഡിനൊക്കെ ശേഷം വീണ്ടും ക്യാമ്പസുകൾക്കകത്തേക്ക് മുൻകാലങ്ങളിൽ കലാലയങ്ങൾ പുറത്തു നിർത്തിയ അരാജക പ്രവണത വീണ്ടും കടന്നു വരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒന്നാണ്. കോട്ടയത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ച് ക്യാമ്പസിലേക്ക് നടക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. ഇന്നിപ്പോൾ ഞങ്ങളുടെ സമരത്തിൻ്റെ തുടർച്ചയിൽ ഞങ്ങളടുത്ത് പ്രിൻസിപ്പളുമായി നടത്തിയ ചർച്ചയിൽ ലഭ്യമായിട്ടുള്ള ഉറപ്പ് 2 വർഷത്തേക്ക് കേസിൻ്റെ വിചാരണ നടപടി പൂർത്തീകരിക്കുന്നത് വരെ ഈ മേൽപ്പറഞ്ഞ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്യുന്ന നിലയിലേക്കും തുടർന്ന് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അവിടെ ഒതുക്കേണ്ടുന്ന ഒന്നല്ല, ഏറ്റവും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതിശക്തമായിട്ടുള്ള നിയമ നടപടി. തുടർന്ന് മറ്റൊരാളും ഇത് ചെയ്യാൻ ധൈര്യപ്പെടാത്ത നിലയിലേക്കുള്ള അതിശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.